കേരളം കാത്തിരുന്ന പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായ രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നീ നേതാക്കൾക്ക് 5 വർഷം തടവും കൊച്ചി CBI കോടതി വിധിച്ചു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, ടി രഞ്ജിത്ത്, സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. വിധിയിൽ തൃപ്തരാണെന്ന് പ്രോസിക്യൂഷനും അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം പ്രതികരിച്ചു. പ്രതീക്ഷിച്ച തന്നെ നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് ഈ ജീവപര്യന്തം ആയതുകൊണ്ട് ഇതിനകത്ത് പോകും. പിന്നെ ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈൻ. കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. അതിൽ എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. അപ്പീൽ സമർപ്പിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് അപ്പീൽ സമർപ്പിക്കും. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യും. അതോടൊപ്പം മറ്റ് ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും ഫയൽ ചെയ്യാനുള്ള ഏർപ്പാടുകൾ അടിയന്തരമായി ചെയ്യുന്നതാണ്. 5 വർഷം ആയതുകൊണ്ട്, എബോവ് 3 years ആയതുകൊണ്ട് ജാമ്യത്തിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ. വിധിയിൽ പൂർണ്ണമായ തൃപ്തിയില്ലെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബമൊപ്പം അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗവും നിലപാടെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ശരൺ കല്യോട്ട് എന്ന സുനിൽ ഐസക്, ഷഫീഖ് നസറുള്ള എന്നിവർ. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇരട്ട ജീവപര്യന്തം വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്ന് കുടുംബവും കോൺഗ്രസ് നേതാക്കളും പറയുന്നിടത്ത് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ എത്തിയത് എങ്ങനെയാണ്? വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് എപ്പോഴത്തേക്ക് ലഭ്യമാകും ശരൺ? സൈഫുദ്ദീൻ, വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അത് നമുക്ക് വൈകിട്ടോട് കൂടി തന്നെ, അതായത് ഉത്തരവിന്റെ പകർപ്പ്, ജഡ്ജ്മെന്റിന്റെ പകർപ്പ് ലഭിക്കുന്നതോട് കൂടി തന്നെ നമുക്കതിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് വൈകിട്ടോട് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1-ാം പ്രതിയായ A പീതാംബരൻ മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. 2-ാം പ്രതിയായ സജി ജോർജ്, 3-ാം പ്രതി സുരേഷ്, 4-ാം പ്രതി അനിൽകുമാർ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി സുബീഷ്, 10-ാം പ്രതിയായ രഞ്ജിത്ത് ടി, 15-ാം പ്രതിയായ സുരേന്ദ്രൻ, അതായത് വിഷ്ണു സുര എന്ന് അറിയപ്പെടുന്ന സുരേന്ദ്രൻ. അങ്ങനെ ഈ 10 പേർക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ ഈ 10 പേരും പിഴ കൊടുക്കണമെന്നുള്ള ഉത്തരവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ഏവരും കാതോർത്തിരുന്ന, ഏവരും ഉറ്റുനോക്കിയിരുന്ന 4 CPM നേതാക്കൾക്ക് എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതാണ്. ഈ 4 CPM നേതാക്കൾക്കും 5 വർഷം തടവ് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ 10,000 രൂപ പിഴ ഒടുക്കുകയും വേണം. നമുക്കറിയാം, ഇതിൽ തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിരുന്നത് 20-ാം പ്രതിയായ KV കുഞ്ഞിരാമനാണ്. മുൻ ഉദുമ MLA ആണ്. കുഞ്ഞിരാമൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു. അപ്പോൾ കുഞ്ഞിരാമനെ ഇപ്പോൾ 5 വർഷം തടവ് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, K മണികണ്ഠൻ മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയാണ്. മണികണ്ഠനും KV ഭാസ്കരനും 21-ാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി, ഈ 3 പേർക്കും സമാനമായ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. 225 അതായത് 2-ാം പ്രതിയായ സജി ജോർജിനെ ബലമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതായിരുന്നു 4 നേതാക്കൾക്കെതിരെ കുറ്റം. അവർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ 4 നേതാക്കളും ഈ പ്രതിപട്ടികയിൽ ചേർത്തതിന് പിന്നാലെ ജാമ്യത്തിൽ ആയിരുന്നതാണ്. ഇവരുടെ ജാമ്യം ഇതോടുകൂടി റദ്ദാക്കുകയാണ്. ഇവർ 5 വർഷം തടവിന് വിധിച്ചതോടുകൂടി തന്നെ ഇവരുടെ ജാമ്യം റദ്ദാക്കുകയാണ്. ഈ 4 പേരും ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. ഒപ്പം തന്നെ
ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികളെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഹിറ്റ് സ്ക്വാഡ് ആയിട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ളായിരുന്നു CBIയുടെ കണ്ടെത്തൽ. ഇതിന് പുറമെയാണ് 10-15 പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളത് നേരത്തെ കണ്ടെത്തുകയും അങ്ങനെ ഇവരും കുറ്റക്കാരാണെന്നുള്ളത് CBI കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഗൂഢാലോചന തെളിഞ്ഞോടുകൂടിയാണ് 10-15 പ്രതികൾക്കും 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ എന്താണോ കുറ്റം ചുമത്തിരുന്നത്, കൊലക്കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കും ബാധകമായി മാറുകയും ചെയ്തിരിക്കും. അങ്ങനെയാണ് ഈ 10 പേർക്കും ഇരട്ട ജീവപര്യന്തം. എന്നാൽ ഈ ഇരട്ട ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവപര്യന്തമായിട്ട് ഇത് മാറുകയാണ്. 10 പേർക്ക് ജീവപര്യന്തവും മറ്റ് 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവുമാണ് കൊച്ചി CBI കോടതി വിധിച്ചിരിക്കുന്നത്. സുനിൽ ഐസക് കല്യോട്ട് എന്ന് ചേരുന്നുണ്ട്. അതിന് മുമ്പ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു. അവർക്ക് ഇനി എന്ത് ചെയ്യാം? അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. CK ശ്രീധരനായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ് ജീവബന്ധനം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും 6 വർഷമായി കാത്തു നിൽക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് തൃപ്തരാണോ വെച്ചാല് അതെ. എല്ലാരും പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങളുടെ ആങ്ങളമാർക്ക് നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സുനിൽ ഐസക്കും ഷഫീഖ് നസ്രുള്ളയും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. കല്യോട്ടാണ് രണ്ടുപേരും ഉള്ളത്. സുനിൽ, വധശിക്ഷയായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഏറ്റവും വലിയ ശിക്ഷകളിൽ ഒന്ന് തന്നെയാണ്. ആ നിലക്ക് അവർക്ക് ഒരു തൃപ്തി ഉണ്ടാകും. പലരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരട്ട ജീവപര്യന്തം എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ പ്രധാനപ്പെട്ട കാസർകോട്ടെ നേതാക്കൾക്കാണ് ഇരട്ട ജീവപര്യന്തം. അതിൽ എത്ര വർഷം എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതിലൊരു വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ കൂടി ഇരട്ട ജീവപര്യന്തം എന്നത് വളരെ കൂടിയ ഒരു ശിക്ഷ തന്നെയാണ്. ഇപ്പോൾ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് നേരെ ജയിലിലേക്ക് പോകേണ്ട ഒരവസ്ഥയും കൂടിയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പരിക്കേൽപ്പിക്കുന്ന ഒരു വിധിയാണിത്? സൈഫുദ്ദീൻ, കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ കണ്ണീരും പോരാട്ടവും നിറഞ്ഞ 6 വർഷക്കാലത്തിനൊടുവിലാണ് ഈ കേസിൻ്റെ വിധി വരുന്നത്. സ്വാഭാവികമായും ഇരട്ട ജീവപര്യന്തം എന്നത് ഒരു പരിധിവരെ അവരെ തൃപ്തിപ്പെടുത്തുന്ന വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല 10 പേർ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയിരുന്നു. അവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുക, അതിനു വേണ്ടുന്ന നിയമ നടപടികളിലേക്ക് പോകും എന്നാണ് ആ കുടുംബം പറയുന്നത്. ഒപ്പം CK ശ്രീധരൻ ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 4 പേർ, അതായത് KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 നേതാക്കൾ, ആ 4 നേതാക്കൾക്ക് 5 വർഷം മാത്രമാണ് ഇപ്പോൾ തടവ് ശിക്ഷ ഉള്ളത്. ആ തടവ് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കല്യോട്ടിനെ സംബന്ധിച്ച് വിധി വരുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു ഇവിടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി മണ്ഡപങ്ങൾക്ക് സമീപം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരഞ്ഞു. ഒരുപക്ഷെ കണ്ടു നിന്നവരുടെ പോലും കണ്ണ് നനയിക്കുന്ന തരത്തിലുള്ള അത്ര അതിവൈകാരികമായ ഒരു തരത്തിലുള്ള വൈകാരികതയായിരുന്നു നമുക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. കാരണം അവരുടെ
അവരുടെ കണ്ണുനീർ, അവരുടെ കാത്തിരിപ്പ്, അവരെ സംബന്ധിച്ച് അവർക്ക് അത്ര അവരുടെ മനസ്സിനെ സംബന്ധിച്ച് അത്ര ആഴത്തിൽ അവർ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അന്ന് ഒരു പരിധിവരെ അവർക്ക് തൃപ്തികരമായ വിധി തന്നെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നമുക്കിതിനൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കല്ലൂടും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് കല്ലൂട് ടൗണിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം CK ശ്രീധരൻ്റെ കാഞ്ഞങ്ങാട്ടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. അതനുസരിച്ച് വലിയ പോലീസ് സംഘത്തെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ കല്ലൂട് ടൗണിൽ മാത്രം ഏതാണ്ട് 150-ലധികം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. ബേക്കൽ DYSP VV മനോജിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇവിടെ ഉണ്ട്. എന്തായാലും അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി സൈഫ് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. ശ്രീ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുത്ത് നമുക്ക് വരാം. ഡീൻ കുര്യാക്കോസ്, ഈ സംഭവം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു താങ്കൾ. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന നിയമ പോരാട്ടങ്ങളിലൊക്കെ അതിന് നേതൃത്വം നൽകി കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഒടുവിൽ വന്ന ഈ വിധിയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും വൈകാരികമായിട്ടാണ്. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ കൃപേഷും ശരത്ലാലും എരിഞ്ഞടങ്ങിയ മണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മണ്ണിൽ ഇന്നത്തെ ദിവസം എത്തുക എന്നുള്ളത് എൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ഏറ്റുവാങ്ങിയ 2 മൃതശരീരങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇത്രയും ക്രൂരമായ ഈ കൊലപാതകം, ആ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. അവർ ശിക്ഷിക്കപ്പെടുന്നു. മാതൃകാപരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ കേരളീയ സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഭരണകൂടമാണ് ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി അടക്കം ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെതാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ, ഗൂഢാലോചന ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചതിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ നാട് ഒന്നാകെ വൈകാരികമായി പ്രതികരിച്ചതാണ്. കേരളത്തിൽ അന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം എന്ന് വെച്ചാൽ ഹർത്താലിൻ്റെ രൂപത്തിലാണ് നടത്തിയത്. 100-200-ലധികം വരുന്ന കേസുകളാണ് ഞങ്ങൾക്കെതിരെ എല്ലാം കേരളത്തിൻ്റെ ഭരണകൂടം ചാർത്തിയത്. ഏതെല്ലാം വിധത്തിൽ ഈ കേസിനെ സംബന്ധിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങണം എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കുമെതിരെ ഭരണകൂടം പരിശ്രമിച്ചു പോകും. അപ്പോൾ തീർച്ചയായും അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു വിധിയായിട്ടാണ്. എന്തായാലും തൃപ്തികരമായ വിധി തന്നെയെന്നാണ് വിലയിരുത്തുന്നത്, അല്ലേ? പൂർണ്ണമായ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വധശിക്ഷ ആഗ്രഹിച്ചവരാണ്. പക്ഷേ നീതിന്യായ പീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഒരു തരത്തിലേക്ക് വന്നപ്പോൾ ഭാഗികമായി തൃപ്തിയുണ്ട്. പിന്നെ ഗൂഢാലോചന കൃത്യമായി നമുക്കിപ്പോഴും തെളിയിക്കപ്പെടേണ്ടതായിട്ട് നിൽക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്തിരി നേതാക്കന്മാർ, ഇപ്പോൾ പ്രത്യേകിച്ചും VPP മുസ്തഫയുടെയൊക്കെ കൊലവിളി പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പ്രതിപട്ടികയിൽ ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള തുടരന്വേഷണം, യഥാർത്ഥ ഗൂഢാലോചകരെ, യഥാർത്ഥത്തിലുള്ള സംരക്ഷകരെ ഇനിയും കൂടുതൽ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പിടികൂടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലുള്ള ഒരു തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഡീൻ കുര്യാക്കോസാണ് പ്രതികരിച്ച അദ്ദേഹം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ സമയത്ത് ഒരു 1 മിനിറ്റ് പ്രതിഭ 1 മിനിറ്റ്. എങ്ങനെയാണ് നിങ്ങളുടെ തുടർന്ന് ഇതിപ്പോൾ വിധി വന്നിരിക്കുന്നു, ഒരു പരിധിവരെ വിധി തൃപ്തികരമാണെന്ന് പറയുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പ്രദീപ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, അല്ലേ? എന്തായാലും ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ തുടർന്ന് പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഈ പ്രകടനമുണ്ടോ? ഒന്ന്, ശരത്ലാൽ, ഞാൻ ഈ കല്ലോട്ട് താമസം തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെ ഉണ്ടായ 2 സഹപ്രവർത്തകരാണ് ശരത്ലാലും കൃപേഷും. മറ്റൊന്ന്, ശരത്ലാൽ എൻ്റെ കൈ കിടന്ന് മരിച്ചൊരു സഹപ്രവർത്തകനാണ്. മംഗലാപുരത്തേക്ക് രാത്രി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ അവസാന പടച്ചിൽ കാണേണ്ടി വന്ന ഏറ്റവും ദാരുണമായ രംഗം ഇപ്പോഴും മനസ്സിനകത്ത് പോകാത്തൊരു വികാരപരമായി ഏത് രാത്രിയിലും ഉറക്കം ഉണരുമ്പോൾ കാണുന്ന മനസ്സിനകത്ത് വരുന്നൊരു കാഴ്ചയും കാര്യങ്ങളുമാണ്. സ്വാഭാവികമായും നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതായിട്ടുള്ളൊരു വിധി വന്നു. ഒരു തൂക്കുകയറിലേക്ക് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ പോലും ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് നമ്മൾ അത് തൃപ്തികരമായി കാണുകയാണ്. പക്ഷേ ഇനി കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ CPMൻ്റെ മുൻ MLA, ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു വ്യക്തി, ഒപ്പം ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ K മണികണ്ഠൻ. ഈ കൊലപാതകം നടന്ന ശേഷം അതിനകത്ത് ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ട് പ്രതി ചേർത്തപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇവർ മത്സരിക്കുന്നതും ഇവർക്ക് സ്ഥാനം കൊടുക്കുന്നതും. CPMനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കൊലപാതകികളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് എക്കാലത്തും എടുത്തിട്ടുണ്ട്. അവർക്ക് ജനപ്രതിനിധിയാക്കാനും അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു ചോദ്യം, അതായത് ഇനി ഇതിൻ്റെ ആ വിധിക്ക് ശേഷം പ്രകടനം നടത്തുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പരിപാടി? ഇന്ന് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസിൻ്റെയും അഭ്യർത്ഥന മാനിച്ച് കല്ലോട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒപ്പം എന്തായാലും ജില്ലയിലെ പല കേന്ദ്രങ്ങളിലായി ഇന്നത്തെ ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപ്പും ചോറും ഉണ്ട് വളർന്ന് നേതാവായി
നേതാവായി ഇതിൻ്റെ അകത്ത് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി പാർട്ടിയെ വഞ്ചിച്ച് കടന്നുപോയി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ചേർന്ന് നമ്മുടെ 2 ചെറുപ്പക്കാരെ കൊന്ന കൊലയാളികൾക്ക് വേണ്ടി കേസെടുത്ത് വാദിച്ച് പരാജയപ്പെട്ട CK ശ്രീധരനുണ്ട്. അപ്പോൾ അവർക്കുടലുള്ള സ്വാഭാവികമായ പ്രതിഷേധം ജില്ലയുടെ പല ഭാഗങ്ങളിൽ പ്രകടിപ്പിക്കും. കൂടി ചേരുന്നുണ്ട്. ഷഫീഖ്, ആ വിധി വരുന്നതിന് അരമണിക്കൂർ മുമ്പേ തന്നെ കണ്ണീരണിഞ്ഞ് വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അമ്മമാരെ നമ്മൾ സ്ക്രീനിലൂടെ കണ്ടതാണ്, ബന്ധുക്കളെയുമൊക്കെ. ആ വിധി വരുമ്പോൾ അവരുടെ വികാരനിർഭരമായ പ്രതികരണം ഏത് തരത്തിലുള്ളതായിരുന്നു? വിധി വന്നതിന് ശേഷം ഇപ്പോഴുള്ളവരുടെ പ്രതികരണം എന്താണ്? കുടുംബം കണ്ണീരോടെ കാത്തിരുന്ന വിധി വന്ന ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വിധിയെ സ്വീകരിച്ചിരുന്നത്. കുടുംബം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് വധശിക്ഷ ലഭിക്കും, 10 പേർക്ക്, പ്രത്യേകിച്ചും കൊലക്കുറ്റം ചുമത്തിയ 10 പേർക്കും വധശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം, അതിൽ പൂർണ്ണ തൃപ്തി തങ്ങൾക്കില്ല. പൂർണ്ണ തൃപ്തരല്ലെങ്കിലും അതിൽ തൃപ്തിയുണ്ട് എന്ന് കുടുംബം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം 4 CPM-ന്റെ മുതിർന്ന നേതാക്കൾക്ക് 5 വർഷം ആണ് തടവ് ലഭിച്ചിരിക്കുന്നത്. ഇത് കുറഞ്ഞുപോയി എന്ന് കുടുംബം പറയുന്നുണ്ട്. കാരണം അവർ ജനപ്രതിനിധികളാണ്, അതോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കണം എന്ന് ഈ കുടുംബം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 5 വർഷം എന്നത് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിനാവശ്യമായ നടപടിയിലേക്ക് കടക്കും എന്ന് കുടുംബവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് പുനരന്വേഷണം നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് പുനരന്വേഷണം ആവശ്യപ്പെടും. പ്രത്യേകിച്ചും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുണ്ട്. ആ ഗൂഢാലോചനയിൽ ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കാളികളാണ്. ആ ഗൂഢാലോചനയാണ് ഉള്ളത്. ഇപ്പോൾ വിധിക്ക് ശേഷം അമ്മ നടന്നു പോകുന്നുണ്ട്. വിധി വന്നിരിക്കുന്നു, ഏറെ സങ്കടകരമാണ്. എന്താണ്? സന്തോഷമുണ്ട്. 10 പേരെ നേരത്തെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയിരുന്നു. അവരെ ഇതിൽ കൂടുതൽ നിയമ നടപടി സ്വീകരിക്കും. എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഇപ്പോൾ ഉള്ളതിൽ ആശ്വാസമുണ്ട്. നീതി കിട്ടി. 2 പേർക്ക് നീതി കിട്ടി എന്നാണ്. 2 പേർക്ക് നീതി കിട്ടി. 6 വർഷമായിട്ട് കാത്തിരിക്കുന്നത്. 6 വർഷമായി തങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിധിയായിരുന്നു. അതിൽ നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ഈ കുടുംബം സൂചിപ്പിച്ചത്. നേരത്തെയും അങ്ങനെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മണികണ്ഠനും KV കുഞ്ഞിരാമനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗൂഢാലോചന ഉൾപ്പെടെ ചുമത്തുന്നതിനാവശ്യമായ ഒരു പുനരന്വേഷണം നടത്തും, അതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ വെറുതെ വിട്ട പ്രതികളുണ്ട്. ഈ വെറുതെ വിട്ട പ്രതികൾക്ക് എതിരെയും അവരെ കൂടി പ്രതികളാക്കണം, അവർക്ക് കൂടി ശിക്ഷ ലഭിക്കണം. അവർ പുറത്തു നിന്നാൽ അത് തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് ശരത് ലാലിൻ്റെ അച്ഛൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും അവർക്ക് മറ്റൊരു കൃത്യം കൂടി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കോടതി വെറുതെ വിട്ട ആ വെറുതെ വിട്ടവരെ കൂടി ശിക്ഷ ലഭിക്കുന്നതിനാവശ്യമായ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ശരി, പെരിയയിൽ കല്യോട്ടെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വീടുകളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദവിവരങ്ങൾ നൽകിയത്. വിധി പ്രസ്താവത്തിന് പിന്നാലെ വന്ന കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീവ്രവാദ സംഘടനകളെക്കാൾ ഭീകരരായി CPM മാറിയെന്നും VD സതീശൻ പറഞ്ഞു. കൊലപാതകികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ഷാഫി പറമ്പിൽ MP-യും വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിന് മാത്രമല്ല, മാർക്സിസ്റ്റുകാർ അരിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള രക്തസാക്ഷി കുടുംബങ്ങളിലെ അമ്മമാരും സഹോദരിമാർക്കും നീതി കിട്ടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ആ കൊലപാതകങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതോടെ തെളിഞ്ഞത്
ഈ കൊലപാതകത്തിലെ CPMന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്. ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പറയുക, ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ ഉണ്ടാകണം എന്നായിരുന്നു. 10 ആളുകളെ വെറുതെ വിട്ട വിഷയത്തിനകത്ത് ഞങ്ങൾ അപ്പീൽ പോകും. വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. വധശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇരട്ട ജീവപര്യന്തത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും സംതൃപ്തരാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇപ്പോ വിധി പുറത്തു വന്നിരിക്കുന്നു. 14 പ്രതികളിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. FIR താൻ വായിച്ചതാണ്, അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണുള്ളത്. ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും സാംസ്കാരിക മന്ത്രി ചോദിച്ചു. ഞാൻ വായിച്ചു, അതില് പുകവലിച്ചു. ഞാനും പുകവലിക്കുന്നതിനാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയത്ത് അടുത്ത സമയം വലിക്കും. അങ്ങനെ ചെറുക്കാൻ ശീലം. പുകവലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. മീഡിയ 1 ആലപ്പുഴ റിപ്പോർട്ടറെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച യു പ്രതിഭയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പറഞ്ഞാലും ലൈവിലൂടെ മാത്രം വന്ന് പ്രതികരിക്കുന്ന കലകലോ കല പവേഡ് ബൈ സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. നെഞ്ചിൽ കലാമേളയുടെ കേളികുട്ടുമായി തലസ്ഥാന നഗരം 63ാമത് കലോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കാസർഗോഡ് നിന്ന് തുടങ്ങിയ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് തലസ്ഥാനത്ത് വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത്. കലോത്സവത്തിനെത്തുന്നവർക്ക് രുചിക്കൂട്ട് തയ്യാറാക്കാൻ ഭക്ഷണപുരിയുടെ പാലുകാച്ചിലും നടന്നു. അതിനിടെ കലോത്സവ വേദികൾ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കലാരവത്തിന് കൊടികയറാൻ ഇനി ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രം. ഈ കപ്പിലൊന്ന് മുത്തമിടാനാണ് വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ അത്രയും. കാസർഗോഡ് നിന്നും കപ്പ് തലസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ലഭിച്ചതാകട്ടെ വമ്പൻ സ്വീകരണം. പഴയിടത്തിന്റെ പെരുമയാർന്ന പുതിയ രുചിഭേദങ്ങൾ ഒരുക്കാനുള്ള കലവറയും റെഡി. എല്ലാ വർഷത്തെയും പോലെ ആസ് യൂഷ്വൽ എല്ലാം ഭംഗിയായി പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പോകുമെന്ന് വിചാരിക്കുന്നു. നാളെ മുതൽ കലാപ്രതിഭകൾ അരങ്ങിൽ അത്ഭുതങ്ങൾ തീർക്കും. 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ടീം മീഡിയ 1 തിരുവനന്തപുരം. സ്കൂൾ കായികമേളയിലെ വിലക്കിൽ സമവായ ചർച്ചയ്ക്ക് സർക്കാരിനെ സമീപിക്കുമെന്ന് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ. കുട്ടികളുടെ വൈകാരിക പ്രകടനമാണ് മേളയിൽ ഉണ്ടായത്. പ്രതിഷേധത്തിന് മാനേജ്മെന്റിനോ അധ്യാപകർക്കോ ബന്ധമില്ല. പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ പറഞ്ഞു. സംസ്ഥാന കായികമേളയിലുണ്ടായ സംഭവം കുട്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളുണ്ടായ ഒരു വികാരപ്രകടനമാണ്. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നോ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ അതിന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റലിൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുന്നുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLAയുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
കൊച്ചിയിലെ മെഗാ നൃത്തത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ പരിഹസിച്ച് മന്ത്രി സജി ചെറിയാൻ. വി ഡി സതീഷിന് വട്ടായോ? സാംസ്കാരിക മന്ത്രി എന്ന നിലയിലാണ് പരിപാടിക്ക് പോയത്. എല്ലാം രാഷ്ട്രീയമായി മാത്രം കാണുന്നുവെന്നും മന്ത്രിയുടെ പ്രതികരണം. അന്വേഷണം പൂർത്തിയാകും മുമ്പ് സുരക്ഷാ വീഴ്ചയില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന സംഘാടകരെ രക്ഷിക്കാനെന്നായിരുന്നു സതീഷിന്റെ പ്രസ്താവന. പെരിയ ഇരട്ട കൊലപാതകത്തിലെ വിധിപ്പകർപ്പ് മീഡിയ വണ്ണിന്. കെ വി കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് കുരുക്കായത് മാധ്യമപ്രവർത്തകന്റെ മൊഴി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സാക്ഷിയായ മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ് നിർണായകമായത്. 10 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചുവെന്ന് കോടതി. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, വിധി പ്രസ്താവത്തിന്റെ ഉള്ളടക്കം എന്താണ് ശരൺ? സൈഫുദ്ദീൻ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തവും ഒപ്പം തന്നെ 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവുമാണ് വിധിച്ചിരുന്നത്. കൊച്ചി CBI കോടതിയുടേതായിരുന്നു ഉത്തരവ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജഡ്ജ്മെന്റിന്റെ കോപ്പി, ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് 4 CPM നേതാക്കൾക്കും എന്താണ് കുരുക്കായി മാറിയത് എന്നുള്ളതായിരുന്നു നേരത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഉയർന്നിരുന്ന ചോദ്യം. ഒപ്പം തന്നെ ഈ 5 വർഷം തടവ് ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ അതിലേക്ക് നയിച്ച എങ്ങനെയായിരുന്നു, അതിന്റെ തെളിവ് എന്തെന്നുള്ളതായിരുന്നു ചോദ്യം. അതിനാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. കെ വി കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് കുരുക്കായത് മാധ്യമപ്രവർത്തകന്റെ മൊഴി എന്നുള്ളതാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചതിന്, അതായത് 2ാം പ്രതിയായ സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നുള്ള IPC 225 കുറ്റമാണ് ഈ 4 നേതാക്കൾക്കെതിരെയും ചുമത്തിയിരുന്നത്. അതാണ് തെളിയിക്കുകയും പിന്നീട് 5 വർഷത്തെ തടവ് ശിക്ഷയിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. അങ്ങനെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ സാക്ഷിയായ ദീപിക മാധ്യമപ്രവർത്തകൻ മാധവനാണ് മൊഴി നൽകിയിരുന്നത്. അങ്ങനെ മാധവന്റെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. ഈ 4 പേരും ചേർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചത് കണ്ടു എന്നുള്ള മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 വർഷം തടവ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 10 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ളതും ഈ വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കൂടിയാണ് കോടതി എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും വിധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ നേതാക്കൾക്ക് തടവ് ശിക്ഷ വന്നതോടുകൂടി 5 വർഷം തടവ് വിധിച്ചതോടുകൂടി തന്നെ ഈ 4 പേരുടെയും ജാമ്യം റദ്ദാക്കുകയാണ്. നേരത്തെ പ്രതിയെടുത്തതിന് പിന്നാലെ 4 പേർക്കും ജാമ്യം ലഭിച്ചിരുന്നതാണ്. ആ 4 പേരുടെയും ജാമ്യം റദ്ദാക്കുകയും അല്പസമയത്തിനകം തന്നെ ഇവരെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. സാക്ഷിമൊഴികളിൽ സംശയം ഇപ്പോഴുമുണ്ട്. സംശയാതീതമായി അത് തെളിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. വിധി പകർപ്പിന്റെ വിശദാംശങ്ങളാണ് ശരൺ നൽകി. പാലക്കാട് BJPയിൽ വീണ്ടും പൊട്ടിത്തെറി. ജില്ലാ കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ പാർട്ടി വിടുന്നു. AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേരും. ജില്ലാ നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് തരൂർ സുരേന്ദ്രൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ BJPയുമായി ഇടഞ്ഞ തരൂർ സുരേന്ദ്രൻ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ വിമർശിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടതിന് ഇദ്ദേഹത്തെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ചേരുന്ന പൊതുയോഗത്തിൽ തരൂർ സുരേന്ദ്രനും മറ്റു ചിലരും വികസന മുന്നണിയിൽ ചേരും. അന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ തരൂർ സുരേന്ദ്രൻ നിർദ്ദേശിച്ച വ്യക്തിയെ മണ്ഡലം പ്രസിഡന്റാക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു. മീഡിയ വൺ, പാലക്കാട്. സനാതനധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി തള്ളി ശിവഗിരി മഠം. സനാതനധർമ്മവും ചാതുർവർണ്ണയവും തമ്മിൽ ബന്ധമില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കാര്യങ്ങൾ പഠിക്കാത്തതിനാലാണ് സനാതനധർമ്മത്തെ എതിർക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ തങ്ങൾ ദൈവമായാണ് കാണുന്നതെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കുന്നതിനെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ തള്ളുകയാണ് ശിവഗിരി മഠം. സനാതനധർമ്മവും ജാതി വ്യവസ്ഥയും തമ്മിൽ ബന്ധമില്ലെന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. സനാതനധർമ്മവും ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീനാരായണ ദർശനം പിൻപറ്റുന്നവർക്ക് BJPയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് സച്ചിദാനന്ദ സ്വാമി ഉത്തരം നൽകിയില്ല.
രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം പറയാൻ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരുമുണ്ട്. അവരിത് പറയട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, തിരുവനന്തപുരം. ക്ഷേത്രങ്ങളിലെ ഷർട്ട് ഊരി ദർശനം നടത്തുന്നതിൽ NSSും സച്ചിദാനന്ദ സ്വാമിയും മറുപടി പറഞ്ഞതോടെ വിവാദം അവസാനിച്ചെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDPയെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് പുതിയ കാര്യമല്ലെന്നും മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും വെള്ളാപ്പള്ളി. അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്നറിയാത്ത എന്നോട് സനാതനധർമ്മം ചോദിക്കരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശിവരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടില്ല. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവരത്തിൻ്റെ മഠത്തിലെ സന്യാസി സേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം. ഒന്നാം ഇന്നിംഗ്സിൽ 185 റൺസിന് എല്ലാവരും പുറത്തായി. 40 റൺസ് എടുത്ത ഋഷഭ് പന്ത് ടോപ്പ് സ്കോറായി. രവീന്ദ്ര ജഡേജ 26-ഉം ശുഭ്മാൻ ഗിൽ 20 റൺസ് എടുത്ത് പുറത്തായി. വാലറ്റെത്ത 22 റൺസുമായി പൊരുതി നിന്ന ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഭേദപ്പെട്ട സ്കോറിൽ ടീമിനെ എത്തിച്ചത്. ഓസ്ട്രേലിയക്കായി സ്കോട്ട് ബോളണ്ട് 4-ഉം മിച്ചേൽ സ്റ്റാർക്ക് 3 വിക്കറ്റ് വീഴ്ത്തി.